അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. പിന്നെ നമ്മളെ ഈ ഒരു ചാനലുണ്ടല്ലോ, ഈ ചാനൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ കേട്ടോ. റിക്വസ്റ്റാണ്, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കുക രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളത് കഴിഞ്ഞത്. രണ്ടാമത്തെ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് നേരത്തെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ പറയണം, മീന് പറയണം, വേരിയൻസ് പറയണം, മൊമെൻറ്റ്സ് പറയണം, MGF പറയണം, പിന്നെ അതേപോലെ അതിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് അത് പറയണം, ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ പോലെ അത് പറയണം. അത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് റിസൾട്ടുകൾ മാത്രം വരുമ്പോഴാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റയർ ഇവൻറ്റ്സിൻ്റെ കേസിലാണ്. റയർ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. അതായത് എന്താണ്, ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതൊരു റയർ ഇവൻ്റ് ആയിരിക്കും. ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഐറ്റം ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ആക്സിഡൻറ്റ് ഇൻ എ സിറ്റി. ഓക്കെ, ആക്സിഡൻറ്റ് ഇൻ എ സിറ്റി എന്ന് പറയുന്നത് ഒരു റയർ ഇവൻ്റ്. ആക്സിഡൻറ്റ് ഇൻ എ സിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിൻ്റ്, ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ പ്രത്യേക പ്ലേസിൽ ഉള്ളത്. ഓക്കെ, അതേപോലെ ഒരു ഫോൺ കോൾ വരിക എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ബോർഡിൽ ഒരു ഫോൺ കോൾ വരിക എന്ന് പറയുന്നത് ഒരു റയർ ഇവൻ്റ് ആയിരിക്കും. അങ്ങനെ അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ റയർ ഇവൻറ്റിൻ്റെ കേസിലാണ് നേരത്തെ നമ്മൾ രണ്ട് റിസൾട്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. അതേപോലെ ഇവിടെ റയർ ഇവൻറ്റിൻ്റെ കേസിലാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എഴുതാം. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ X is said to follow Poisson distribution if the probability density function is given by a discrete random variable X is said to follow a Poisson distribution if its PDF is given by f of x equal to f of x എന്ന് എഴുതാം, അല്ലെങ്കിൽ p of x എന്ന് എഴുതാം. കാരണം p of x എന്ന് എഴുതാൻ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ p of x എന്ന് എഴുതാം. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പോയ്സോണും ബൈനോമിയലൊക്കെ. അപ്പോൾ p of x എഴുതിയാലും f of x എഴുതിയാലും കുഴപ്പമില്ല, പ്രോബിലിറ്റിയാണ്. ഈക്വൽ ടു e raised to minus lambda raised to x divided by x factorial. e raised to minus lambda raised to x divided by x factorial. x in the value x equal to 0, 1, etc. ഇൻഫിനിറ്റി വരെ പോകും. അതേപോലെ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ് എപ്പോഴും. ലാംഡ ഗ്രേറ്റർ ദാൻ 0, ഇതിൻ്റെ വാല്യൂ 0. അതർവൈസ് ഇതിൻ്റെ 0 വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻഫിനിറ്റി 0 എക്സെട്ര ഇൻഫിനിറ്റി അല്ലാത്ത കേസിൽ. ഓക്കെ, അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നത് എന്താണ്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF e raised to minus lambda raised to x divided by x factorial എന്നാവണം. ഓക്കെ, അതിൻ്റെ ലിമിറ്റ് എഴുതണം. x equal to 0 to x എക്സെട്ര ഇൻഫിനിറ്റി വരെ ലാംഡ ഗ്രേറ്റർ ദാൻ 0. ഈ p of x-ൻ്റെ വാല്യൂ 0 ആയിരിക്കും അതർവൈസ്. അത്രയും കാര്യമാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത്
ഫിസിക്കൽ സിറ്റുവേഷൻസ്, അതായത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഫിസിക്കൽ സിറ്റുവേഷൻസ്. ഒരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ താഴെ. വേർ ലാംഡ ഈസ് കോൾഡ് എന്ത് പാരാമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു പാരാമീറ്റർ ഓഫ് ദി പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്നും ബി എന്ന് പറഞ്ഞു. അതേപോലെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡ മാത്രമാണ്. ലാംഡ ഈസ് പാരാമീറ്റർ. അത് നമ്മൾ എഴുതുന്നത് എക്സ് ഫോളോസ് പോസോൺ ലാംഡ, ഇങ്ങനെയാണ് എഴുതുന്നത്. എക്സ് ഫോളോസ് പോസോൺ ലാംഡ. അതായത് ഇൻ ദിസ് കേസ് വി ക്യാൻ റൈറ്റ് എക്സ് ഫോളോസ് പോസോൺ ലാംഡ. ഓക്കെ. ഇനി നേരത്തെ നമ്മൾ ബൈനോമിയൽ എൻ പി എന്ന് എഴുതിയ പോലെ ഇവിടെ പോയിസോൺ ലാംഡ എന്ന് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ ഫിസിക്കൽ സിറ്റുവേഷൻസ്. ഒന്നാമത്തെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതുക. നമ്പർ ഓഫ് ടോട്ടൽ ട്രാഫിക് ആക്സിഡൻറ്റ്സ് പെർ വീക്ക് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്. ദ നമ്പർ ഓഫ് ടോട്ടൽ ട്രാഫിക് ആക്സിഡൻറ്റ്സ് പെർ വീക്ക് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്. രണ്ടാമത്തെ വേണമെങ്കിൽ എഴുതിക്കോ. ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് പെർ അവർ കമ്മിങ് ഇൻ ടു ദി സ്വിച്ച് ബോർഡ്സ്. വേറൊന്ന് എഴുതാണെങ്കിൽ ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഐറ്റംസ്, the number of defective items in a production process. വേണമെങ്കിൽ വേറെ ഒന്ന് എഴുതാം. The number of printing mistakes per page of a book. The number of printing mistakes per page of a book. ഓക്കെ. അതേപോലെ വേണമെങ്കിൽ നമ്പർ ഓഫ് വീക്ക് സ്പോട്ട്സ് ഇൻ എ സ്പോട്ട്. നമ്പർ ഓഫ് വീക്ക് സ്പോട്ട് ഇൻ എ ലെങ്ത് ഓഫ് വയർ. ഓക്കെ, വീക്ക് സ്പോട്ട് ഇൻ എ ലെങ്ത് ഓഫ് വയർ. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. കുറേ എക്സാമ്പിൾസ്. അതൊക്കെ പോയിസോൺ പ്രോസസ്സാണ്, അല്ലെങ്കിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം. ഇതൊരു തിയറാണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോമാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതി വെക്കുക ആദ്യം. The Poisson process is obtained as an approximation. The Poisson distribution is obtained as an approximation to the binomial distribution under the conditions. To the binomial distribution under the conditions. ഒന്നാമത്തത് ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ബൈനോമിയലിലേക്ക് പോവുക. ഓക്കെ, n is very large means n tends to infinity. n ഇൻഫിനിറ്റിയിലേക്ക് പോവുക. നമ്മൾ എന്നിൻ്റെ വാല്യൂ അവിടെ 0 to n, എന്താണ് എക്സിൻ്റെ വാല്യൂ 0 to n, അല്ലെങ്കിൽ n വരെ ആയിരുന്നു അതിൻ്റെ എക്സിൻ്റെ വാല്യൂ. ആ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം എന്താണ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ രണ്ടാമത്തെ സിറ്റുവേഷൻ, p is very small. p tends to, meaning p tends to 0 ആണ്. p tends to 0. p is very, അതായത് നമ്മൾ പറഞ്ഞു റയർ ഇവൻ്റ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വെരി എന്താണ് റയർ ആവണം, അല്ലെങ്കിൽ കുറവാണ്, എന്നാലേ അത് പറ്റുള്ളൂ. മൂന്നാമത്തെ കേസ് എൻ പി ഈക്വൽ ടു ലാംഡ. നേരത്തെ മീൻ എന്ന് പറയുന്നത് ലാംഡയിലോട്ട് വരണം. എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി എൻ പി എന്ന് പറയുന്നത് ലാംഡ ആവണം. ഓക്കെ, അപ്പോൾ ഇത്രയും കേസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചെയ്ത് നമുക്ക് പ്രൂഫ്. അപ്പോൾ
for binomial distribution f of x equal to ncx p raised to x q raised to n minus x. Xന്റെ വാല്യൂ എന്തൊക്കെയാണ്? x equal to 0, 1 etc. n. p plus q എന്ന് പറയുന്നത് 1 ആണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് n ഫാക്ടോറിയൽ x ഫാക്ടോറിയൽ n minus x factorial p raised to x q raised to n minus x. റെഡി? ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം ഈ n മൈനസ് എക്സ് ഫാക്ടോറിയലും n ഫാക്ടോറിയലും ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര എന്താണ് അവിടെ ഒരു n മൈനസ് എക്സ് ഉണ്ടാവും. അതിൻ്റെ മുമ്പ് ഒരു n മൈനസ് എക്സ് മൈനസ് 1 ഉണ്ടാവും അല്ലേ? n മൈനസ് എക്സ് മൈനസ് 1 ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും 1 2 എക്സെട്ര. പിന്നെ ഒരു n മൈനസ് എക്സ് മൈനസ് 1 ഉണ്ടാവും. പിന്നെ ആയിരിക്കും അടുത്തായിരിക്കും n മൈനസ് എക്സ് വരിക. n മൈനസ് എക്സ് വരും. പിന്നെ ഇങ്ങനെ പോയിട്ട് n മൈനസ് 1 വരും, n വരും. ഇങ്ങനെ വരിക. ഇത്രയും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? n ഫാക്ടോറിയലിലേക്ക് എത്തുക. അപ്പം n മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ n മൈനസ് എക്സ് വരെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അതുവരെയുള്ള വാല്യൂസ് എന്താവും? ക്യാൻസലായി പോകും. റെഡി? n മൈനസ് എക്സ് മൈനസ് 1 അല്ലേ? അത്രയും അങ്ങോട്ട് ക്യാൻസലായി പോയിട്ട് ബാക്കിയുള്ളതേ വരുള്ളൂ. അതായത് n മൈനസ് എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ലേ? ഒന്ന് കുറഞ്ഞത് ഇനി അടുത്ത വാല്യൂ എന്തായിരിക്കും? n മൈനസ് എക്സ് പ്ലസ് 1 അല്ലേ വരുള്ളൂ? n മൈനസ് എക്സ് പ്ലസ് 1. ഓക്കെ, എന്താ? അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ n മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ബാക്കിയുള്ള എത്ര ഉണ്ടാവും, ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും നോക്കി നോക്കുക. അപ്പോൾ ഇത്രയും 1 to n മൈനസ് എക്സ് വരെയുള്ള വാല്യൂസ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക എന്താണ്? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര എന്താണ്? n മൈനസ് എക്സ് പ്ലസ് 1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ താഴെ ഒരു എക്സ് ഫാക്ടോറിയൽ ഉണ്ടാവും. ഇവിടെ ഒരു പി റേസ് ടു എക്സ് ഉണ്ടാവും, ക്യൂ റേസ് ടു n മൈനസ് എക്സ് ഉണ്ടാവും. ഓക്കെ, ക്യൂ റേസ് ടു n മൈനസ് എക്സ് വരെ ഉണ്ടാവും. ഇനി ഈ മേലെ ഭാഗത്തുനിന്ന് എല്ലാത്തിൽ നിന്നും ഒരു n ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം? n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് n എല്ലായിടത്തുനിന്നും n ഔട്ട് സൈഡ് എടുത്തു. എത്ര ടേംസ് വരും നോക്കുക n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ്, അപ്പോൾ n 1 2 3 4 ഇവിടെ എക്സ് പ്ലസ് 1 വരെ ഉണ്ട്. അപ്പോൾ n ഇങ്ങനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ n റേസ് ടു എക്സ് കിട്ടും നമുക്ക്. n റേസ് ടു എക്സ് 1 മൈനസ് ഇവിടെ n 1 മൈനസ് 1 ബൈ n, അടുത്ത് 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 മൈനസ് ഈ മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 1 അല്ലേ? ഡിവൈഡഡ് ബൈ n. പി റേസ് ടു എക്സ്, ക്യൂനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ 1 മൈനസ് പി എന്ന് എഴുതാം. ഓക്കെ, ക്യൂനെ 1 മൈനസ് പി, 1 മൈനസ് പി ഓൾ റേസ് ടു n മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും ആയി. എക്സ് ഫാക്ടോറിയൽ താഴെ ഉണ്ടാവും. ഓക്കെ, എക്സ് ഫാക്ടോറിയൽ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ വേണമെങ്കിൽ
n raised to x 1 minus 1 by n 1 minus 2 by n etc 1 minus x minus 1 by n 1 minus x minus 1 by n p raised to x പിന്നെ 1 മൈനസ് പി ഓൾ റേസ് ടു എൻ മൈനസ് എക്സ് എന്നല്ലേ, അപ്പോൾ n മൈനസ് എക്സ് നമുക്ക് താഴെ കൊടുക്കാം. എക്സ് ഫാക്ടോറിയൽ 1 മൈനസ് പി ഓൾ റേസ് ടു എക്സ് ഇങ്ങനെ കൊടുത്തു. ഇനി ഒരു കാര്യം നോക്കുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിലാണ് എന്താവുക പോയിസോണിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ കൊടുക്കുക. n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഈ മേലത്തെ ഭാഗം എന്താവും നോക്കുക, ഏത് 1 മൈനസ് 1 ബൈ എൻ 1 മൈനസ് 2 ബൈ എൻ എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ എന്ന് പറയുന്നത് എന്താവും 1 ആയിട്ട് മാറും അല്ലേ. ലിമിറ്റ് 1 ബൈ എൻ 0, 2 ബൈ എൻ 0, എക്സ് മൈനസ് 1 ബൈ എൻ 0, അപ്പോൾ 1 ആയിട്ട് മാറും. അതേപോലെ എൻ പി എന്ന് പറയുന്നത് എന്താണ്, ലാംഡയാണ്. എൻ പി എന്ന് പറയുന്നത് ലാംഡയാണ്. അപ്പോൾ പി ഈക്വൽ ടു സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ലാംഡ ബൈ എൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അടുത്തൊരു ടേം ഉള്ളത് 1 മൈനസ് പി ഓൾ റേസ് ടു എക്സ് 1 മൈനസ് പി ഓൾ റേസ് ടു എക്സ് ഈക്വൽ ടു എന്താണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ എൻ ഓൾ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാലും 1 തന്നെ വരും. ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അതുകൊണ്ട് ഓക്കെ, ലാംഡ ബൈ എൻ എന്ന് പറയുന്നത് 1 വരും. പക്ഷേ ലിമിറ്റ് എന്താണ്, എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് പി ഓൾ റേസ് ടു എന്താണ് ഇവിടെ 1 മൈനസ് പി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എങ്ങനെ വരും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ എൻ ഓൾ റേസ് ടു എൻ ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് ഒരു ജനറൽ ഫോമാണ്. ഇത് ഇ റേസ് ടു ഇ റേസ് ടു മൈനസ് ലാംഡൻ്റെ ഫോമാണ്. ഓക്കെ, ഇവിടെ രണ്ടും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ എന്നാണ്. ഓക്കെ, ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇതെന്ന് പറയുന്നത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് എക്സ് ബൈ എൻ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ ബൈ ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് നോക്കുമ്പം എഫ് ഓഫ് എക്സ് എന്താവും നോക്കാം. ഓക്കെ, എന്താവും, മേലുള്ള ഭാഗം 1 ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് വരും. ഏതിൻ്റെ വാല്യൂ, ഇതിൻ്റെ പി റേസ് ടു എക്സും എൻ റേസ് ടു എക്സും ഉണ്ട്. അപ്പോൾ എൻ പി ഓൾ റേസ് ടു എക്സ് ഉണ്ടാവും അവിടെ. പിന്നെ 1 മൈനസ് പി ഓൾ റേസ് ടു എൻ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി താഴെയുള്ളത് മറ്റേ 1 മൈനസ് പി ഓൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്, എക്സ് ഫാക്ടോറിയലാണ്. എൻ പി എന്ന് പറയുന്നത് ലാംഡ എഴുതിയിട്ടുണ്ട്, ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഫാക്ടോറിയൽ. ഇതിന് വേണമെങ്കിൽ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് എക്സ് ഫാക്ടോറിയൽ. എക്സിൻ്റെ വാല്യൂ നമ്മളെന്താ കൊടുത്തത്, 1 0 1 എക്സെട്ര ഇൻഫിനിറ്റി വരെ കൊടുത്തിട്ടുണ്ട്. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിലാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെൻസ് ദി പ്രൂഫ്. ഇതെന്ന് പറയുന്നത് PDF ഓഫ് എന്താണ്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പി ടെൻസ് ടു 0, അതേപോലെ എൻ പി ടെൻസ് ടു ലാംഡ. എൻ പി ഈക്വൽ ടു ലാംഡ ആകുമ്പം അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സോണിലേക്ക് പോകും, ടെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ.
ഓക്കെ, ഇനി അടുത്തത് മൊമെൻറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ മീനും വേരിയൻസും ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ്സ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നാമത്തെ മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 to infinity ആണ്. അല്ല, എക്സിൻ്റെ വാല്യൂ 0 to infinity എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 0 to infinity എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ എക്സും എക്സ് ഫാക്ടോറിയലും തമ്മിലൊന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള കോൺസ്റ്റൻസിനെയൊക്കെ നമുക്കൊന്ന് ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? അപ്പോൾ എക്സ് -1 ആകുമ്പോൾ ഒരു ലാംഡനെ അവിടുന്ന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ? ഇ റേസ് ടു മൈനസ് ലാംഡ, ഒരു ലാംഡ എടുത്തു കഴിഞ്ഞാൽ 0 to infinity എന്ത് വരും? ലാംഡ റേസ് ടു എക്സ് -1 ഡിവൈഡഡ് ബൈ എക്സ് -1 ഫാക്ടോറിയൽ. ഇത്രയായിരിക്കും വരാം. ഇനി ഇത് നോക്കുക, 3 ഭാഗം ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ. ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 to infinity എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് റേസ് ടു, ശരിക്കും എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ n-1 ഫാക്ടോറിയൽ, സോറി n ഫാക്ടോറിയൽ എന്നാണ്. അതായത് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അങ്ങനെ പോകുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇ റേസ് ടു ലാംഡൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതും ഇ റേസ് ടു ലാംഡ തന്നെ. എക്സിൻ്റെ എക്സ് -1 ആണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇ റേസ് ടു ലാംഡ തന്നെ വരും. ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എന്ന് വരും. ഇപ്പോൾ ഇ റേസ് ടു ലാംഡയും ഇ റേസ് ടു മൈനസ് ലാംഡയും പോയിട്ട് ലാംഡ എന്നായിട്ട് മാറും. അപ്പോൾ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്. നെക്സ്റ്റ് വേരിയൻസ് നോക്കാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ആണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 to infinity എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. നേരത്തെ ചെയ്ത പോലെ തന്നെ ലാംഡ സ്ക്വയറും ഒരു പുറത്തേക്ക് എടുക്കുക, ഇ റേസ് ടു മൈനസ് ലാംഡിനെ ഔട്ട് സൈഡ് എടുക്കുക. ബാക്കി എന്ത് വരും നോക്കുക? 0 to infinity എന്താണ്? എക്സ് സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിനെ എക്സ് ഇൻറ്റു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ് സ്ക്വയറിനെ എക്സ് ഇൻറ്റു എക്സ് -1 പ്ലസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് എഫ് ഓഫ് എക്സ് അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. 0 to infinity എക്സ് ഇൻറ്റു എക്സ് -1 പ്ലസ് എക്സ്. ഓക്കെ, ഇനി ബാക്കി എഴുതി നോക്കുക. അപ്പോൾ എന്ത് വരും? ഇതിനെ ഇതാക്കുമ്പോൾ 0 to infinity എക്സ് ഇൻറ്റു എക്സ് -1 എഫ് ഓഫ് എക്സ് പ്ലസ് എന്താണ്? 0 to infinity എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത്രയും വരും. ഈക്വൽ ടു ഇത് ചെയ്യുക. 0 to infinity എക്സ് ഇൻറ്റു എക്സ് -1 ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് എക്സ് ഫാക്ടോറിയൽ. ഇത് എഫ് ഓഫ് എക്സ്, ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലാംഡയാണ്. ഈക്വൽ ടു എക്സും എക്സ് -1 ഒക്കെ ക്യാൻസൽ ചെയ്യുക ഈ എക്സ് ഫാക്ടറായിട്ട്. ബാക്കി എത്ര എന്ത് വരും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ 0 to infinity ലാംഡ റേസ് ടു എക്സ് -2 ഡിവൈഡ് ബൈ എക്സ് -2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ. ഇതെന്തായിട്ട് വരും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ തന്നെയാണത് പ്ലസ് ലാംഡ ഈക്വൽ ടു
എന്താണ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇ റേസ് ടു ലാംഡയും പോയിട്ട് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്നാവും. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ. ലാംഡ സ്ക്വയറും മൈനസ് ലാംഡ സ്ക്വയറും പോയാൽ ലാംഡ എന്ന് വരും. അപ്പോൾ ബൈനോമിയൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എന്ത് തന്നെയാണ്? ലാംഡ തന്നെയാണ്. മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ് എന്തെന്ന് പറയുന്നത്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ മീനായി വേരിയൻസായി. ഇനി അടുത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് സ്റ്റെപ്പിൽ തന്നെ കിട്ടും. കാൽക്കുലേഷൻ ഓഫ് μ3 ആൻഡ് μ4. μ3 μ4 കാണും, നേരത്തെ ചെയ്ത പോലെ തന്നെ μ3 ഈക്വൽ ടു നമുക്കറിയാം μ3 ഡാഷ് മൈനസ് എന്താണ് 3 ഇൻറ്റു μ2 ഡാഷ് μ1 ഡാഷ് പ്ലസ് 2 ഇൻറ്റു μ1 ഡാഷ് ഹോൾ ക്യൂബ്. ഓക്കെ, μ1 ഡാഷ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. μ1 ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, ലാംഡയാണ്. μ2 ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് μ3 ഡാഷും കൂടി കിട്ടിയാൽ നമുക്ക് ചെയ്യാം. μ3 ഡാഷ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബിനെ നമ്മൾ എഴുതുന്ന രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള രൂപത്തിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ എഴുതിയ പോലെ തന്നെ എന്താ ചെയ്യുക, എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, μ3നെ എക്സ് ക്യൂബിനെ നമുക്ക് 0 to infinity x into x minus 1 into x minus 2 plus 3 into x minus 1 plus x എഴുതാം. ഓക്കെ, എഫ് ഓഫ് എക്സ്. ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 f of x 0 to infinity plus 3 into 0 to infinity x into x minus 1 f of x plus 0 to infinity x into f of x. ഇത്രയും വരും. ഇതിലിത് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. 0 to infinity x into x minus 1 x minus 2 e raised to minus lambda lambda raised to x divided by x factorial plus 3 into x minus 1 f of x നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. x into x minus 1 f of x നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ? അതെന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? ലാംഡ സ്ക്വയർ ആണ് കിട്ടിയത് അല്ലേ? ലാംഡ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ അവിടെ അതിന് പകരം ലാംഡ സ്ക്വയർ എന്ന് എഴുതിയത്. അപ്പോൾ ലാംഡ സ്ക്വയർ 3 ലാംഡ സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് തന്നെയാണ്. അവിടെ എന്താ? ലാംഡ. ഇവിടെ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. അവിടെ എന്തൊക്കെയായിരിക്കും ഔട്ട് സൈഡ് കണ്ടുവരിക? ഇ റേസ് ടു മൈനസ് ലാംഡയും ലാംഡ ക്യൂബ് ഔട്ട് സൈഡ് എടുത്താൽ മതിയാവും. ഓക്കെ, ബാക്കി എന്ത് വരും? ഇ റേസ് ടു മൈനസ് ലാംഡ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഒക്കെ ഇതേ സ്റ്റെപ്പ് തന്നെ വന്നത് 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. അപ്പോൾ ഇതെന്താവും? ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്നായിട്ട് മാറും. ഓക്കെ, 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ഇനി μ3 കാണാം. μ3 ഈക്വൽ ടു μ3 ഡാഷ് എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 3 ഇൻറ്റു μ2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു μ1 ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ പ്ലസ് 2 ഇൻറ്റു ലാംഡ ക്യൂബ്. ഇത്രയും വരും. ഇത് ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ്
3 lambda cube minus 3 into lambda പറയുമ്പോൾ minus 3 lambda square plus 2 lambda cube. അപ്പോൾ lambda cube 3 lambda cube 2 lambda cube 0 ആയി പോകും. 3 lambda square minus 3 lambda square അതും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ലാംഡ. μ3 എന്ന് പറയുന്നത് എന്തിനാണ്? ലാംഡ തന്നെയാണ്. μ3 എന്ന് പറയുന്നതും ലാംഡയാണ്. ഓക്കെ, അപ്പോൾ μ3യും ലാംഡ എന്ന് കിട്ടും. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? μ4 ഒന്ന് കണ്ടുവെക്കുക. ഓക്കെ, μ4 ഇതേപോലെ കണ്ടുവെക്കുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു μ4 ഈക്വൽ ടു, നിങ്ങൾക്കുള്ള വർക്കാണ് μ4. μ4 ഈക്വൽ ടു 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്. μ4. ഓക്കെ, ഇനി മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. അടുത്തത് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സ്ക്യൂനെസും കർട്ടോസിസ് എന്തൊക്കെയാണ് വരിക നോക്കാം. അപ്പോൾ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. β1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം μ3 സ്ക്വയർ ബൈ μ2 ക്യൂബാണ്. μ3 സ്ക്വയർ ഡിവൈഡ് ബൈ μ2 ക്യൂബാണ്. μ3 എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അപ്പോൾ ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ μ2 എന്ന് പറഞ്ഞാലും എന്താണ്? ലാംഡയാണ്. അപ്പോൾ ലാംഡ ക്യൂബ്. അപ്പോൾ 1 ബൈ ലാംഡ സിമ്പിളായിട്ട് കിട്ടും. 1 ബൈ ലാംഡയാണ്. γ1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് റൂട്ട് ഓഫ് β1 ആണ്. അപ്പോൾ എന്താണ്? 1 ബൈ റൂട്ട് ലാംഡ എന്ന് കിട്ടും. അതും സിമ്പിളായിട്ട് കിട്ടും. ഇനി എന്താണ്? ഗാമനെ വെച്ചിട്ട് നമുക്ക് സിൻസ് ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ്, അതുകൊണ്ട് തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ സമയത്തും എന്തായിരിക്കും? ഗാമൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ലാംഡ എല്ലാ സമയത്തും അല്ലേ? ഗാമ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി β2 നോക്കാം. പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഓക്കെ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി β2 ഈക്വൽ ടു β2 എന്ന് പറഞ്ഞാൽ എന്താണ്? μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം μ4 പറഞ്ഞാൽ 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 3 പ്ലസ് 1 ബൈ ലാംഡ. 3 പ്ലസ് 1 ബൈ ലാംഡ എന്ന് വരും. γ2 എന്ന് പറയുന്നത് എന്താണ്? β2 മൈനസ് 3 ആണ്. അപ്പോൾ 1 ബൈ ലാംഡ എന്ന് വരും. അപ്പോൾ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ലെപ്റ്റോകർട്ടിക് ആണ്. ലെപ്റ്റോകർട്ടിക്. ഓക്കെ, ലെപ്റ്റോകർട്ടിക് ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ലെപ്റ്റോകർട്ടിക് ആണ്. ഇവിടെ അല്ലെങ്കിൽ 3 പ്ലസ് 1 ബൈ ലാംഡ എന്നാണ് വരിക. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ 3നേക്കാൾ കൂടുതലൊരു വാല്യൂ. അപ്പം നമുക്കറിയാം β2 എന്ന് പറയുന്നത് എന്താണ് വെച്ചിട്ടാണ് നമ്മൾ ഏത് കർട്ടോസിസ് ആണെന്ന് നമ്മൾ പറയുന്നതെന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? β2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലെസ് ദാൻ 3 വിച്ച് ഈസ് സിംപ്ലൈസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ ലെപ്റ്റോകർട്ടിക് ആണ്, ഈക്വൽ ടു 3 ആണെങ്കിൽ മെസോകർട്ടിക് ആണ്, ലെസ് ദാൻ 3 ആണെങ്കിൽ പ്ലാറ്റിക്കർട്ടിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 3 ആയതുകൊണ്ട് തന്നെ ഇവിടെ ലെപ്റ്റോകർട്ടിക് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയും
കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു. നിങ്ങൾ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, റിക്വസ്റ്റായിട്ട് കൂട്ടിയാൽ മതി.